ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ 2 പ്രധാന സംഭവങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന്, അനുമോൾ അനീഷിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ അക്ബറിൻ്റെ അടുത്തും സംസാരിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും അനു പറയുന്ന കാര്യം ഇതാണ്: കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മറക്കണം, നമ്മളെല്ലാവരും തന്നെ ഒന്നിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ പ്രഷർ ചെയ്ത് വിടുന്നുണ്ടായിരുന്നു അക്ബറിൻ്റെ അടുത്തും കൂടെ പോയി ഒന്ന് സംസാരിക്കാൻ പറഞ്ഞ്. എന്തായാലും അക്ബർ പറയുമായിരുന്നു, നിനക്ക് വേണ്ടി ഞാനിപ്പോൾ ഒരു റാപ്പ് റെഡിയാക്കുമായിരുന്നു, അപ്പോഴത്തേക്ക് തന്നെ നീ എന്നോട് ഒന്ന് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അല്ല, റാപ്പൊക്കെ നീ പാടിക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് അക്ബറിൻ്റെ പാട്ടറിയില്ല, ക്യൂട്ട്നെസ്സിൽ വീഴുന്ന പയ്യന്മാരെല്ലാം മലയാളീസ് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരൻ പാടുന്ന. കിടിലമാണ് അത് കേൾക്കാനും. എന്തായാലും അനു കുഴപ്പമില്ല, ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും അക്ബറിന് വിഷമമുള്ളതെന്ന് പറയുകയാണെങ്കിൽ, അക്ബറിന് നേരെയുള്ളൊരു അലിഗേഷൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വാക്കൊക്കെ അനുമോൾ ആ ഒരു ബസ്സിൽ കയറുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം തന്നെ ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പറയുക, അതിലെനിക്കൊരു തെറ്റുമില്ല. പക്ഷേ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഉറച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് അതെന്നെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാനത് സമ്മതിച്ചു, എന്നോട് ക്ഷമിക്കണം, നമ്മളെല്ലാവരും തന്നെ ഇനി ഹാപ്പി ആയിട്ട് പോകണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അക്ബറും അതേ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നീട് അതേപോലെ തന്നെ അനീഷിൻ്റെ അടുത്തും പോയി സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ഇവിടെ ആദിലയും അതേപോലെ തന്നെ ഷാനവാസും ഇരിക്കുന്ന ഇടയിലോട്ടാണ് അനുമോൾ കയറുന്നത്. അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ എവിടെയും പോകുന്നൊന്നുമില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അവിടെ ഇരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അനീഷിന് മനസ്സിലായി വന്ന് പേഴ്സണലായിട്ട് കുറച്ചധികം തന്നെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല, അല്ലാതെ അനുവിനോട് മിണ്ടാനൊക്കെ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് അനീഷ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു.